അപ്പോൾ കൂടുതൽ പേര് പറയുന്നത് ഏത് പാട്ടാണെന്ന് പറയുക, യഹൂദിയായിലെ അല്ല ഇസ്രായേൽ നാഥൻ തന്നെയാണ് കൂടുതൽ വോട്ട്. ഇസ്രായേൽ നാഥൻ ഒരു തട്ട് താന്നിരിക്കും ഇല്ലേ? അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആ പാട്ടിന് എത്ര അറിയും? 25 വർഷം തികയാണ്. ഈ ക്രിസ്മസ് ദിനത്തിൽ ഇതാ ഒരു പ്രത്യേകത എത്തുകയാണ് നമുക്കൊപ്പം. 10,000-ത്തിലധികം ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ, 5,000-ഓളം മാപ്പിളപ്പാട്ടുകൾ, 100-ഓളം സിനിമാ ഗാനങ്ങൾ. ഊഹിക്കാവാരാന്ന്? കെ ജി മാർക്കോസ് എന്ന ഗായകനെ മലയാളികൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതില്ല. കെ ജി മാർക്കോസ് ആലപിച്ച ഇസ്രായേൽ നാഥനായി എന്ന സൂപ്പർ ഹിറ്റ് ഗാനം 25-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. കെ ജി മാർക്കോസ് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊപ്പം 24-നൊപ്പം തത്സമയം ചേരുന്നു. മാർക്കോസ് ചേട്ടാ, ഗുഡ് മോർണിംഗ്, ഹാപ്പി ക്രിസ്മസ്. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എന്താ പറയുക, ഹൃദ്യമായ ഒരു ക്രിസ്തുമസ് മംഗളാശംസകൾ ഞാൻ അറിയിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ 24 മിക്കവാറും ഞാൻ കാണുന്ന വീട്ടിലുള്ളപ്പോഴൊക്കെ ഒരു ചാനലാണ്. എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ചാനൽ കൂടിയാണ്. അതിൻ്റെ പ്രേക്ഷകരോട് സംവദിക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും രണ്ടുപേരി പാടുക എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമുണ്ട്. കൂടാതെ ഈ പറഞ്ഞ പോലെ ക്രിസ്തുമസ് ദിനത്തിൽ തന്നെ എനിക്ക് അങ്ങനെ ഒരു അവസരം ലഭിച്ചതിൽ ഒരുപാട് സന്തോഷം. മുടിയൊക്കെ വളർത്തിയിരിക്കുമ്പോഴത്തേക്ക് ഒരു ക്രിസ്തു ചായ ഉണ്ടെന്ന് ആൾക്കാർ പണ്ട് പറയാറുണ്ടായിരുന്നോ? പാട്ട് നേരത്തെ ഹാഷ്മി പറഞ്ഞ അതെ. അപ്പൊ ചേട്ടാ, അപ്പൊ എന്തായാലും ഈ പറയുന്ന ഈ ഭക്തിഗാനത്തിന്റെ തട്ട് അങ്ങനെ താന്നിരിക്കും. നമ്മളിപ്പം ഞാൻ പ്രേക്ഷകരോട് ചോദിക്കുകയായിരുന്നു ആദ്യം മനസ്സിൽ വന്ന പാട്ട് ഏതാണെന്ന്. കൂടുതൽ പേരും പറയുന്നത് ഈ പാട്ട് തന്നെയാണ്. അപ്പോൾ അതൊരു വല്ലാത്ത ഫീലാണ്. ചേട്ടൻ്റെ ഡെപ്തിലുള്ള വോയിസ് കേൾക്കുമ്പോൾ വല്ലാത്ത ഫീലാണ്. അപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടി 2 വരി പാടി തുടങ്ങാവോ? തീർച്ചയായും. ഞാൻ ഒരു മാസമായിട്ട് ഇച്ചിരി അത്യാവശ്യം നല്ല തിരക്കിലുള്ളൊരു ഓട്ടവും യാത്രയും ഒക്കെ ആയിരുന്നു. ഇന്നലെയും വെളുപ്പിനെ ഒരു 2 മണിയോളമായി വന്നപ്പോൾ ഞാൻ അത് കാരണമാണ് ലേറ്റായി പോയത്. അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടെ നേരത്തെ എഴുന്നേറ്റേനെ. അപ്പോൾ ഓക്കെ, ഞാൻ ഒരു ഇസ്രായേൽ നാഥൻ്റെ ആദ്യത്തെ വരികൾ പാടാം. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം, മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം, നിത്യജീവനേകിടുന്നു ദൈവം, ആബാ പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ, ആബാ പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ, ഇസ്രായേലിൻ നാഥനായി വാഴും ഏകദൈവം, സത്യജീവമാർഗമാണു ദൈവം. ഗംഭീരം. ചേട്ടാ, ഞാൻ എത്ര വയസ്സുണ്ടെന്ന് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷേ പൂമാനമേ പാടുന്നത് 81-ലൊക്കെ ആണല്ലേ? താങ്ക് യു ഇല്ലേ, പൂമാനമേ ഒക്കെ പാടുന്നത് 81-ലൊക്കെയാണ്. ചേട്ടാ, പണ്ട് ദൂരദർശനല്ലേ, പണ്ട് കുറെ നാൾ മുമ്പ് ഡാലിയ എന്ന് പറഞ്ഞൊരു പാട്ടൊക്കെ ഉണ്ടോ? അതൊക്കെ കുറെ നാൾ മുമ്പുള്ളതാണ്. അതെ, അത് 80-ലാണ്. ഈ പൂമാനമേ പാടുന്നത് 85-ലാണ്. 81-ലായിരുന്നു എൻ്റെ സിനിമയിലേക്കുള്ള രംഗപ്രവേശം. അത് കേൾക്കാത്ത ശബ്ദം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. കന്നിപ്പൂമാനം കണ്ണും നട്ട് ഞാൻ നോക്കിയിരുന്നു. കന്നിപ്പൂമാനം കണ്ണും നട്ടു ഞാൻ നോക്കിയിരിക്കേ, എൻ്റെ മനസ്സിൽ തൈമണി തന്നലായി പുൽകാൻ നീ വന്നു. ഇതായിരുന്നു ആദ്യത്തെ പാട്ട് 81-ലെ. അത് കഴിഞ്ഞ് പിന്നെ ഈ പറഞ്ഞ പോലെ രതിലയം, കൂലി, സ്രാവ്, ഭൂകമ്പം, ഈ ലോകം, ഇവിടെ കുറേ മനുഷ്യർ, അങ്ങനെ കുറേ പടങ്ങൾ ആ സമയത്ത് ചെയ്തു. അങ്ങനെ ഇരിക്കുകയാണ് 85 അവസാനം പൂമാനമേ നിറക്കൂട്ടിന് വേണ്ടിയിട്ട് പാടിയത്. അത് ഈ പറഞ്ഞാൽ എന്തോ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ആ പാട്ടിന്. ഇപ്പോൾ അത് വീണ്ടും
ഹോസ്ലർ എന്ന് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആ പാട്ട് ഒരു പയ്യൻ പാടി. വീണ്ടും റീക്രിയേറ്റ് ചെയ്തപ്പോൾ ഇത് ആര് പാടിയതാണ്, എന്ന് പാടിയതാണെന്നൊക്കെ വീണ്ടും അന്വേഷണം വന്നു. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അന്വേഷണം എന്നിലേക്ക് വന്നു. അപ്പോൾ അത് വീണ്ടും ഒരു പ്രചോദനവും ഒക്കെയായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ അവസാനമായിട്ട് പ്രേമലു ഭയങ്കര ഹിറ്റായത്. അതിലെ ചായപ്പാനി തപ്പിയില്ലേ റോഡരികെ എന്ന് പറഞ്ഞൊരു പാട്ട്, അത് ഏതാണ്ട് 3 കോടി ചില്ലുവാൻ ആൾക്കാർ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തു. എല്ലാം തെലുങ്കാന ബൊമ്മലു. അതെല്ലാം ഈ പറഞ്ഞ പോലെ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ പ്രോത്സാഹനവും അവരുടെ പ്രാർത്ഥനയും ഒക്കെയാണ് ദൈവാനുഗ്രഹം. അത് ആ പാട്ട് ചേട്ടൻ പാടിയതാ, മന്ത്രിക്കൊച്ചമ്മ വരുന്നുണ്ടേ നിങ്ങളുടെ നമുക്ക് പാടാന്ന് പറഞ്ഞുകൂടാ. ആ പാട്ട് ചേട്ടൻ പാടിയതാ, അതും എനിക്കൊന്ന് ആ വർഷങ്ങളിലൊക്കെ ആവില്ലേ? അതെ 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 അത് അതെ 91. കാരണം ഇത് കൃത്യമായിട്ട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് 86 ഈ പൂമാനമേ പാടി കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഗൾഫ് ടൂറിന് പോയി. അന്ന് ഗൾഫ് ടൂർ എന്നൊക്കെ പറഞ്ഞാൽ അപൂർവമാണ്. അപ്പോൾ ആദ്യമായിട്ട് കിട്ടിയ ഒരു അവസരമാണ്. വിത്ത് ഓർക്കസ്ട്ര ഒരു 12 പേര് ഞങ്ങൾ ഒന്നിച്ച് പോയി. ആദ്യത്തെ ദിവസം പാടി അബുദാബിയിൽ. രണ്ടാമത്തെ ദിവസം അബുദാബിയിൽ നിന്ന് അലൈനിന് പോകുമ്പോൾ വലിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. അതിൽ 5 പേരിൽ 3 പേര് മരിച്ചു. പിന്നെ ഞാൻ 3 മാസം അവിടെ കിടന്നു. വീണ്ടും ഇവിടെ നാട്ടിൽ വന്ന് ഒരു 6-7 മാസം ഇവിടെ കിടന്നു. അങ്ങനെ എല്ലാം കൂടെ 1 വർഷത്തോളം പോയി. പിന്നെ കാലിനൊക്കെ കുറച്ച് ഒടിവും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഏകദേശം 5 വർഷം സിനിമയിൽ നിന്ന് അകന്നുപോയി. പക്ഷെ ആ സമയത്ത് കാസറ്റ് വിടാതെ 82 മുതൽ ഇങ്ങനെ കാസറ്റായിരുന്നു അന്ന് പാടിക്കൊണ്ടിരുന്നു. അതുകൊണ്ടാണ് ഈ 10,000-ഉം 5,000-ഉം ഒക്കെ പാടാൻ പറ്റിയത്. അപ്പോൾ അത് കാരണം പിന്നെ വന്നത് 91 സിദ്ദിഖ് ലാലിൻ്റെ നല്ലൊരു ബ്രേക്ക് വേണമല്ലോ എന്ന് വിചാരിച്ച് നല്ലൊരു അവസരത്തിന് വേണ്ടി കാത്തിരുന്നപ്പോഴാണ് ആ പാട്ട് കിട്ടിയത്. ചേട്ടാ, അപ്പോ ഒരു 45 വർഷത്തോളമുള്ള പാട്ട് ജീവിതമാണല്ലേ? പരിധി വരെ സജീവമാണ്. അപ്പോൾ ഒരു 45 ഞാൻ പറഞ്ഞു, ഞാൻ ജനിക്കുന്ന 86 കേട്ടോ. തീർച്ചയായിട്ടും 47. ഓക്കെ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു വലിയ സബരിയ, ഒരു വലിയ സംഗീത സബരിയാണ് ചേട്ടൻ്റെ ഈ വളരെ ഡെപ്തുള്ള ശബ്ദം. അതേ തെളിമയോട് ഇപ്പോഴും നിൽക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ, അങ്ങനെ തന്നെ നിൽക്കട്ടെ. ചേട്ടാ, തിരിഞ്ഞു നോക്കുമ്പോൾ പൂർണ്ണ തൃപ്തനാണോ? പാട്ട് ജീവിതത്തിൽ പൂർണ്ണ തൃപ്തനാണോ? താങ്ക് യു. തീർച്ചയായിട്ടും പാട്ട് ജീവിതത്തിൽ തൃപ്തനാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും തൃപ്തനാണ്. കാരണം ഞാനൊരു ഡോക്ടറുടെ മകനായിട്ട് ജനിച്ചുവെങ്കിലും ഇതെല്ലാം സംഗീതമാണ് എനിക്ക് തന്നത്. പ്രേരും പ്രശസ്തിയും പൈസയും എല്ലാം. അപ്പോൾ ഞാൻ അച്ഛനെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. കാരണം എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഞാൻ ഇറങ്ങി തിരിച്ചതാണ്. അപ്പോൾ അവിടെ എനിക്ക് എന്തെങ്കിലും ഒന്ന് ആവണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഏകദേശമൊക്കെ ആയി. പക്ഷേ സിനിമയിൽ ഞാൻ കുറേ കൂടെ ഒക്കെ പ്രതീക്ഷിച്ചിരുന്നു. പരീക്ഷിക്കാമായിരുന്നു അവർക്ക്. പക്ഷേ ഈ പറഞ്ഞ പോലെ സാഹചര്യമായിരിക്കാം അന്നത്തെ കാര്യം. ചേട്ടൻ പാടിയ പാട്ടൊക്കെ ഹിറ്റ്. അപ്പോൾ ആ ഒരു ഇന്നത്തെ പോലെ ഇപ്പൊ ഈ ചേട്ടൻ 85 പാടിയ പൂമാനമേ ഇന്നും അത് തെരഞ്ഞു കേൾക്കുന്ന ആൾക്കാരുണ്ട്. ചേട്ടൻ എന്നോ പാടിയ പാട്ട് റീക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ചേട്ടൻ പാടിയ പാട്ടുകളൊക്കെ ഹിറ്റാണ്. പിന്നെ എന്തുകൊണ്ടാണ് സിനിമയിൽ വേണ്ട അവസരങ്ങൾ കിട്ടിയില്ല എന്ന് പറയുന്നത് അത്ഭുതകരമാണ്. തീർച്ചയായിട്ടും. അതെ, അതെന്ന് വെച്ചാൽ അന്ന് ഒരു ഫിക്സഡ് ഇതാണ്, കമ്പനികളാണ്. ഇന്നത്തെ പോലെ ഇപ്പം എൻ്റെ കയ്യിൽ 1 കോടി രൂപ ഉണ്ട്, എന്നാൽ പിന്നെ ഒരു പടം എടുത്തേക്കാന്ന് പറഞ്ഞ് അങ്ങനെ ഇറങ്ങുന്ന ആൾക്കാരല്ലായിരുന്നു. ഫിക്സഡായിട്ട് കുറേ കമ്പനികളുണ്ടായിരുന്നു. ഇപ്പോൾ ഉദയ, നവോദയ, നീല, മഞ്ഞിലാസ്, അങ്ങനെ കുറേ കമ്പനികളായിരുന്നു. അപ്പോൾ അവർ നല്ല നല്ല കഥകളും പിന്നെ നല്ല അഭിനേതാക്കളും നല്ല പാട്ടുകാരും നല്ല സംഗീത സംവിധായകരും എഴുത്തുകാരും ഒക്കെ ആയിട്ടാണ് അവർ ഒരു ടീമായിരുന്നു അത്. അപ്പോൾ അവർക്കൊരു തീരുമാനമുണ്ട്. മാത്രമല്ല ഇത് മാർക്കറ്റ് ചെയ്യപ്പെടണമല്ലോ. അപ്പോൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് നിൽക്കുന്നവരെ തന്നെയാണ് അവർ ഉദ്ദേശിച്ചത്. ശരിയാണ്, അവർക്ക് അനുഭവമുണ്ട്. അവരെ കൊണ്ട് പെട്ടെന്ന് പാടിക്കാൻ പറ്റും. ചിലപ്പോൾ അവർ വിചാരിക്കുന്ന പൂർണ്ണത അതിൽ കിട്ടിയെന്ന് വരാം. പക്ഷേ എല്ലാത്തിനും ഈ പറഞ്ഞല്ലോ ഒരു തുടക്കത്തിന് ആരെങ്കിലും ഉണ്ടാവണം. ഇപ്പോൾ ദാസേട്ടൻ തന്നെ വന്ന കാലത്ത് അദ്ദേഹത്തിന് ഒരുപാട് അവസരങ്ങൾ കിട്ടിയിരുന്നില്ല. അപ്പം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ ദേവരായ മാഷാണെ പോലും ഒരിക്കൽ ഞാൻ വായിച്ച് അറിഞ്ഞ ഒരു ഇതാണ്. ഉദയ കുഞ്ചാക്കോയോട് പറഞ്ഞു പോലും, എടോ അയാളൊരു നസ്രാണിയാണെന്ന്. അപ്പം അങ്ങനെ പോലും അദ്ദേഹത്തിന് അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് പറയേണ്ടി വന്നു. കാരണം അത്രയും വലിയൊരു കലാകാരനാണ്, അറിവിൻ്റെ നിറകൂടമാണ്, നല്ല ഈ പറഞ്ഞ പോലെ വളരെ ഗംഭീരമായ ശബ്ദമാണ്, എല്ലാ റേഞ്ചിലും പോകുന്നൊരു ശബ്ദമാണ്.
അപ്പോൾ അത്രയും എന്താ പറയുക മഹത്തരമായ ഒരു വ്യക്തിക്ക് പോലും ആദ്യകാലങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അപ്പം അതുപോലെ ആയിരുന്നു ഞങ്ങളൊക്കെ വരുമ്പം ഉണ്ടായിരുന്ന കുറച്ച് പ്രയാസങ്ങൾ. കാരണം ഈ മാർക്കറ്റ് ചെയ്യാൻ ചേട്ടാ ഇപ്പം ബാലൻ ചേട്ടൻ്റെ നാട്ടുകാരൻ പന്തളം ബാലൻ എൻ്റെ നാട്ടുകാരനാണ്. ബാലൻ ചേട്ടനും മാർക്കോസ് ചേട്ടനും ഒക്കെ പെട്ടെന്ന് നമ്മൾ മനസ്സിലോട്ട് ആലോചിക്കുമ്പോൾ സ്റ്റേജിൽ പാടുന്ന മോശമാണെന്ന് ഞാൻ പറയുന്നതല്ല, പക്ഷെ കൂടുതൽ ഗാനമേളകളിലേക്ക് അത് സ്വയം തിരഞ്ഞെടുക്കുന്നതാണോ അതോ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ അങ്ങനെ ആവുന്നതാണോ? നിങ്ങളൊക്കെ അനുഗ്രഹീത കലാകാരന്മാരാണ് നിങ്ങളൊക്കെ. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം ഉണ്ടായിരുന്നു, അതൊരു സത്യമാണ്. പക്ഷേ അതിലുപരി നമുക്ക് ഞാൻ നല്ല പാട്ടുകാരനാണെന്ന് പറഞ്ഞ് വീട്ടിലിരുന്നാൽ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതം കണ്ടെത്തണം. അപ്പോൾ അതിനുള്ള വേദികൾ അന്ന് ഞാൻ പറഞ്ഞില്ല, ഇതുപോലെ മീഡിയകളൊന്നും ഉള്ള ഒരു കാലമല്ല. ഈവൻ ദൂരദർശൻ പോലും ഉണ്ടായിട്ടില്ല ആ സമയത്ത്. അപ്പോൾ നമ്മൾ വേദികളായിരുന്നു. ഒരു മാസം ഞാൻ 30-35 പ്രോഗ്രാം ഒക്കെ ചെയ്യുമായിരുന്നു. എല്ലാ ദിവസവും പ്രോഗ്രാം, ചില ദിവസങ്ങളിൽ 2, ജീവിതത്തിൽ ഒരിക്കൽ മാത്രം 4 പ്രോഗ്രാം ചെയ്തു. രാവിലെ 10:30 ഒരു കല്യാണം, ഉച്ചയ്ക്ക് ഒരു ട്യൂട്ടോറിയലിൻ്റെ 3 മണിക്ക് വാർഷികം, വൈകിട്ട് 9 മണിക്ക് ഒരു അമ്പലം, 12 മണിക്ക് വേറൊരു അമ്പലം, അങ്ങനെ ഒരിക്കൽ മാത്രം ചെയ്തു. അപ്പോൾ ഇതൊക്കെ ആവശ്യങ്ങളായിരുന്നു. കാരണം നമുക്ക് അന്ന് വേദികൾ കണ്ടെത്തിയാലേ നമ്മളെ അറിയപ്പെടുത്താൻ സാധിക്കത്തുള്ളൂ. മാത്രമല്ല അന്ന് തുച്ഛമായ വരുമാനമാണെങ്കിൽ പോലും 100-150 രൂപയൊക്കെ ഒരു പരിപാടി കഴിയുമ്പോൾ കൈ കിട്ടുകയുള്ളൂ. പക്ഷെ അപ്പോഴും നമ്മളതിൽ തൃപ്തനായിരുന്നു. ഇന്നത്തെ കുട്ടികൾ വരുമ്പോഴേ പറയുന്ന പോലെ എൻ്റെ റേറ്റ് 25,000 രൂപ കേട്ടോ ചേട്ടാ എന്ന് പറയുന്ന പോലെ അല്ല. നമ്മൾ കഷ്ടപ്പെട്ട് എല്ലാം കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ വരുന്നത് ഒരു 150 രൂപ 100 രൂപ ഒക്കെയാണ്. ചേട്ടാ ക്രിസ്മസിനുമായിട്ട് ചേട്ടൻ രാത്രി 2 മണിക്ക് വന്നിട്ട് അധികം നേരം ശരിയല്ലെന്ന് എനിക്കറിയാം. എന്നാൽ കൂടി ഒരു പാട്ട് കൂടി പാടിക്കാൻ എനിക്കുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഡാലിയ എന്നുള്ള പാട്ട് എനിക്ക് കേൾക്കാൻ ഇഷ്ടമുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ന്യൂജൻ പറയുന്നത് ഒരു ചേട്ടൻ ഈ പുതിയ ഇപ്പം പ്രേമലു പാടി 2 വരി പാടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ PCR ന്യൂജൻ പുതിയ കുഞ്ഞുങ്ങൾ. ഓക്കെ നോക്കാം. ഞാൻ എൻ്റെ കയ്യിൽ ലിറിക്സ് ഇല്ല. എനിവേ നോക്കാം. ചായ പാനി തപ്പില്ല റൊഡരികെ തുടിപ്പഞ്ചാരി കൊട്ടില്ല കാതരികെ പ്രേമിക്കുടു നീ സുമവാരികെ മനസ്സങ്ങ് നീറണേ ഗൊലിസൊടനീയ പനിച്ചങ്ങ് കേറണേ പാരസിറ്റമോള ഉള്ളിലിരുന്നാടടി തെലുങ്കാന ബൊമ്മലു NTR സിറ്റിയിൽ പോയി വരുങ്ക ചാർമിനാർ പാത്തില്ല വിൻഡോവില്ല എൻ പ്രേമിക്കുടു നീ സുമ്മ ചേർന്നിരിങ്ക. താങ്ക് യു ചേട്ടാ. അപ്പം മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാവിധ വിജയാശംസ നേരുകയാണ്. ആ ഡെപ്തുള്ള ശബ്ദം അങ്ങനെ നിൽക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ദൈവത്തിന് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. അപ്പോൾ ചേട്ടാ ക്രിസ്മസ് ഉമ്മാൾ. താങ്ക് യു.